ഓക്കെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പറയുന്നത് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ചാപ്റ്റർ നമ്പർ 3 ആണ് കേട്ടോ, 3ാമത്തെ ചാപ്റ്റർ ആണ്. നോക്കാം, വിസിബിൾ ആണല്ലോ, കാണുന്നുണ്ടല്ലോ. ഓക്കെ, സോ ഇവിടെ ഒരു ഡയറിയുടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഐ വെന്റ് ഫോർ എ മാജിക് ഷോ യെസ്റ്റർഡേ. അപ്പോൾ ആ ഒരു കുട്ടി എന്താ ചെയ്തിട്ടുള്ള മാജിക് ഷോ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ദ മജീഷ്യൻ ഫിക്സ്ഡ് എ വൈറ്റ് പേപ്പർ ഓൺ എ ബോർഡ്. അപ്പോൾ മജീഷ്യൻ എന്താ ചെയ്തിട്ടുള്ള ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ബോർഡിൽ വെച്ചു. Then he slowly rubbed the board. എന്നിട്ട് എന്ത് ചെയ്തു, ആള് പതിയെ ഇങ്ങനെ ബോർഡ് ഇങ്ങനെ റബ്ബ് ചെയ്ത സമയത്ത് എന്തുകൊണ്ടാണ് റബ്ബ് ചെയ്തത്? ഒരു ഹാൻഡ് കർച്ചീഫ് വെച്ചിട്ട്, ഒരു തൂവാല വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ മയച്ച് കഴിഞ്ഞ സമയത്ത് what a wonderful red letters started appearing on the board. അപ്പൊ ചുവന്ന ലെറ്റേഴ്സ് ബോർഡിൽ കാണാനായിട്ട് സാധിച്ചു എന്നാണ് നമ്മുടെ ഷഹനയുടെ ഡയറി കുറിപ്പിൽ പറയുന്നത്. ഓക്കെ, നോക്കാം. Didn't you read the diary? അപ്പൊ നമ്മൾ ഡയറി വായിച്ചല്ലോ. How did the red letters appear on the board? എങ്ങനെയായിരിക്കും ആ ഒരു റെഡ് ലെറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ടാവുക? സോ മാജിക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ്, എന്താണ് മാജിക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തുട്ടാ? ഇറ്റ് ഈസ് പ്യൂർലി സയൻസ് ആണ്. സോ മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂർലി എന്താണ്? സയൻസ് ആണ് എന്ന് നമുക്കറിയാം. സോ ഇറ്റ് ഈസ് പ്യൂർലി സയൻസ്. ഓക്കെ, എന്താണ് അതിന് പിന്നിലുള്ള രഹസ്യം എന്നുള്ളതെന്ന് പറയാം. ഓക്കെ, സയൻസിന്, ആ ഒരു സയൻസിന് പിന്നിലുള്ള രഹസ്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, so the plant on white flowers appear. Which flowers appear? Okay, white അല്ല, which ആണ്. The plant on which flowers appear. അപ്പോൾ ഇവിടെ നോക്കിയ ഒരു പ്ലാന്റിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. Let us do this activity. നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ഈ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, keep a small amount of lemon juice, a white paper, 2 or 3 hibiscus flowers and a small piece of cloth ready. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരു കുഞ്ഞ് ഇത്തിരി ഒരു ലെമൺ ജ്യൂസ് വേണം. എന്താണ്? നമ്മുടെ നാരങ്ങയുടെ നീര് വേണം. ഒരു വൈറ്റ് പേപ്പർ വേണം. 2 or 3 ചെമ്പരത്തി പൂക്കൾ വേണം. അതുപോലെ തന്നെ വേറൊരു തൂവാല അല്ലെങ്കിൽ ഒരു ക്ലോത്ത് വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വേണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രോ ദി പിക്ചർ ഓഫ് എ പ്ലാന്റ് ഓൺ ദ വൈറ്റ് പേപ്പർ. വൈറ്റ് പേപ്പറിൽ എന്ത് ചെയ്യാം? നമുക്കൊരു പ്ലാന്റിന്റെ പിക്ചർ വരയ്ക്കാം. ഓക്കെ, അതിനുശേഷം പിക്ചർ വരച്ചതിന് ശേഷം ഡ്രോ ഫ്ലവർ പെറ്റൽസ് വിത്ത് ലെമൺ ജ്യൂസ് ഓൺ ദി പ്ലാന്റ്. എന്താ ചെയ്യേണ്ടത്? ഫ്ലവേഴ്സ് വരയ്ക്കുന്ന സമയത്ത്, ഇവിടെ ഫ്ലവേഴ്സ് വരയ്ക്കില്ല നമ്മൾ. ഫ്ലവേഴ്സ് വരയ്ക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്? ഡ്രോ ദം വിത്ത് എ സ്റ്റിക്ക്. ഒരു സ്റ്റിക്ക് കൊണ്ടാണ് ചെയ്യണ്ടേ. അത് എന്തിൽ മുക്കണം? ലെമൺ ജ്യൂസിൽ, അതായത് നാരങ്ങ നീരിൽ മുക്കിയിട്ടുള്ള ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇതിന്റെ ഫ്ലവേഴ്സ് വരയ്ക്കുക. അപ്പൊ കാണില്ലല്ലോ ശരിക്കും. ആദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നാരങ്ങ നീരിന് കളർ ഉണ്ടോ ശരിക്കും? ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ നാരങ്ങ നീരിൽ ഇങ്ങനെ മുക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ഒരു ടൂത്ത് പിക്കോ അല്ലെന്നുണ്ടെങ്കിൽ തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ട് ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, വെൻ ഇറ്റ് ഗെറ്റ്സ് ഡ്രൈഡ്, അങ്ങനെ അത് ഉണക്കി ഈ ചിത്രം ഉണങ്ങാനായിട്ട് വെച്ചു. A plant without flowers can only be seen. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? അതിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന ഫ്ലവേഴ്സ് ഒന്നും കാണാൻ പറ്റില്ല. കാരണം നമ്മൾ നാരങ്ങ നീരിൽ ഒരു കൊള്ളി മുക്കിയിട്ടാണ് വരച്ചിട്ടുള്ളത്. സോ പ്രത്യേകിച്ച് ഒന്നും കാണാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അതിനുശേഷം റബ് ഹിബിസ്കസ് ഫ്ലവേഴ്സ് thoroughly on a piece of cloth. എന്ത് ചെയ്യുക? നമ്മുടെ ചെമ്പരത്തിയുടെ എന്ത് ചെയ്യുക? ചെമ്പരത്തി പൂവ് ഒരു പീസ് ക്ലോത്തിൽ ഇങ്ങനെ ഉരയ്ക്കുക, നന്നായിട്ട് ഉരയ്ക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? Now the magic can be seen. എന്നിട്ട് എന്ത് ചെയ്യാൻ പോകണം നോക്കിയേ? Fix the white paper with a picture on board. Rub the portion of flowers on the picture gently with a cloth already rubbed with the hibiscus paper. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഹിബിസ്കസ് പേപ്പർ വെച്ചിട്ട് ഇതാക്കിയിട്ടുള്ളതില്ലേ, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ ഒന്ന് മയക്കുന്ന സമയത്ത് എന്ത് കാണാൻ പറ്റും? ഇവിടെ ഫ്ലവേഴ്സ് കാണാൻ പറ്റും. കാരണം എന്താണെന്ന് മനസ്സിലായോ? ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ആസിഡാണ്. യെസ്, വെരി ഗുഡ്. ആസിഡാണ്. ഓക്കെ, എന്താ ആസിഡാണെന്ന് അറിയോ? സിട്രിക് ആസിഡ് ആണ്. സോ സിട്രിക് ആസിഡ് ഈ പറയുന്ന നമ്മുടെ ഹിബിസ്കസ് പേപ്പർ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് വിസിബിൾ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ? സോ ഡിഡ് യു സർപ്രൈസ് യുവർ ഫ്രണ്ട്സ് വിത്ത് യുവർ മാജിക് ഷോ? അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സർപ്രൈസ് ആക്കാനായിട്ട് പറ്റും. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദി അപ്പിയറൻസ് ഓഫ് റെഡ് ഫ്ലവേഴ്സ് ഇൻ ദി പ്ലാന്റ്? അപ്പൊ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു റെഡ് ഫ്ലവേഴ്സ് ആ ഒരു പ്ലാന്റിൽ കാണാനായിട്ട് സാധിച്ചത്? ഓക്കെ, സോ നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ ആസിഡുകൾ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഹിബിസ്കസ് പേപ്പർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയാം. ഹിബിസ്കസ് പേപ്പർ. ഓക്കെ, റബ് thoroughly a hibiscus flower on both sides of a piece of white paper. ഒരു നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു A4 ഷീറ്റ് എടുക്കാം. A4 ഷീറ്റ് സാധാരണഗതിയിലുള്ള നിങ്ങളുടെ കയ്യിലുള്ള A4 ഷീറ്റ് എടുക്കാം. A4 ഷീറ്റ് എടുത്തതിന് ശേഷം അതിന്റെ രണ്ട് സൈഡിലും ചെമ്പരത്തി
ചെമ്പരത്തിന്റെ പൂവ് എടുത്തിട്ട് ഇങ്ങനെ 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 ഉരയ്ക്കാം. ചെമ്പരത്തിന്റെ പൂവ് ഇങ്ങനെ ഉരയ്ക്കാം. ഇങ്ങനെ ഇങ്ങനെ കുറേ ഉരച്ച് ഇത് ഫുള്ള് ഷെയ്ഡ് ചെയ്യാം. അതിനുശേഷം അപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യാം, ചെമ്പരത്തിന്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കാം. ഉരച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും ചെമ്പരത്തിന്റെ കളർ എന്താ? റെഡ് കളറാണ്. പക്ഷെ നമ്മൾ ഉരച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കളർ എന്താവും അറിയാം? വയലറ്റ്, ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള വയലറ്റ് കളറായിട്ട് മാറും. ഇതേപോലത്തെ ഒരു കളറായിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന അപ്പൊ ആ A4 ഷീറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള A4 ഷീറ്റിന്റെ പേര് മാറി. എന്തുട്ട പേരായത്? ഇപ്പോ അതിന്റെ പേരാണ് ഹിബിസ്കസ് പേപ്പർ എന്ന് പറയാം. യെസ്, ഹിബിസ്കസ് പേപ്പർ. അത് എന്തിനാ ഉപയോഗിക്കണമെന്ന് അറിയോ? അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും? ആസിഡുകൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ബിഫോർ ദാറ്റ്, അപ്പൊ എന്താണ് ആസിഡ്, എങ്ങനെയാണ് ആസിഡുകൾ തിരിച്ചറിയുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ടൊരു കാര്യം പറയാം. ആസിഡുകൾക്ക് പൊതുവായിട്ട് ചില സവിശേഷതകളുണ്ട്. ഒന്നാമത്തെ സവിശേഷതയാണ് അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സൗർ ടേസ്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പുളിയുള്ളതായിരിക്കും. മനസ്സിലായോ? പുളിയുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടല്ലോ, നോക്കിയേ. ബട്ടർ മിൽക്ക്, മോര്, അത് ആസിഡ് ആയിരിക്കുമോ? മോര്, തൈര് എന്നൊക്കെ പറയുന്നത് കാരണം എന്താണ്? എന്ത് ടേസ്റ്റ് ആണ്? ആസിഡ് ആണ്. കാരണം അതിന് സൗർ ടേസ്റ്റ് ആണ്, പുളിയാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആസിഡ് ആണ്. വാട്ടറോ, ആസിഡ് ആണോ? വാട്ടർ അല്ല. ഓക്കെ, കോക്കനട്ട് ഓയിൽ ആസിഡ് ആണോ? പുളി ഉണ്ടോ അതിന്? ഇല്ല. വിനെഗർ ആസിഡ് ആണോ? പുളി ഉണ്ടോ? വിനാഗിരി ആസിഡ് ആണ്. എന്താ ആസിഡാന്ന് പറയാ? എന്താ ആസിഡ് ആയിരിക്കും? അസറ്റിക് ആസിഡ് ആണ്. അത് അസറ്റിക് ആസിഡ് ആണ്. ആസിഡിന്റെ പേരാണ് അസറ്റിക് ആസിഡ്. സോപ്പ് സൊല്യൂഷനോ? സോപ്പ് വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതോ പുളി ഉണ്ടോ? അല്ല. ഓക്കെ, അപ്പൊ ഷുഗർ സൊല്യൂഷനോ പുളി ഉണ്ടോ? സാൾട്ട് സൊല്യൂഷനോ? അല്ല. ഓക്കെ, ടാമറിന്റെ വാട്ടർ, നമ്മൾ പുളി കലക്കിയിട്ടുള്ള വെള്ളം ആസിഡ് ആണ്. ഓക്കെ, ആസിഡ് ആണ്. ഓക്കെ, ഇനി മിൽക്ക് ആണെന്നുണ്ടെങ്കിലും തൽക്കാലത്തിന് നമ്മൾ സാധാരണഗതിയിൽ മിൽക്ക് നോക്കുന്ന സമയത്ത് ആസിഡ് അല്ല, അതിന് പുളിയൊന്നുമില്ല. പക്ഷെ ബട്ടർ മിൽക്ക് ആസിഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ കാര്യം ആസിഡ് മനസ്സിലാക്കാനായിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സവർ ടേസ്റ്റ് ആയിരിക്കും, പുളി ഉണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലൂ കളറിലെ ലിറ്റ്മസ് പേപ്പറിനെ അല്ലെങ്കിൽ ഹിബിസ്കസ് പേപ്പറിനെ ഏത് കളറാക്കി മാറ്റും? നോക്കിയ ആസിഡിൽ മുക്കി കഴിഞ്ഞാൽ ഏത് കളറാവും? റെഡ് കളറാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുക്കുക, ഒരു A4 ഷീറ്റോ അല്ലെങ്കിൽ നിങ്ങൾ പേജ് ഇതുണ്ടല്ലോ നോട്ട്ബുക്കിൽ നിന്നുള്ള ഒരു പേപ്പർ കീറിയതിന് ശേഷം അതിൽ ഹിബിസ്കസ് പേപ്പർ നന്നായിട്ട് ഉരയ്ക്കുക. നന്നായിട്ട് ഉരയ്ക്കുന്ന സമയത്ത് നമ്മുടെ കൈമലൊക്കെ അതിന് കളറാവും കേട്ടോ. അപ്പൊ വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് ചെയ്താൽ മതി. ഒരു ബ്ലൂയിഷ് കളർ ആയിട്ട് അല്ലെങ്കിൽ വയലറ്റ് കളറൊക്കെ ആയിട്ട് മാറാറുണ്ട്, നമ്മുടെ കൈ അങ്ങനെ ആവാറുണ്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം? നമ്മൾ ഈ സാധനത്തിലൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് മുക്കി നോക്കാം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും, റെഡ് ആവുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അതെന്താണ്, ആസിഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. pH വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ട്. അതെന്താണെന്ന് പറയാം. pH വാല്യൂ കേട്ടോ. pH വാല്യൂ എന്ന് പറയുന്നത് ആസിഡുമല്ല ആൽക്കലിയും അല്ല എന്നുണ്ടെങ്കിൽ pH വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7 ആയിരിക്കും. ഓക്കെ, അപ്പൊ വാട്ടറിന്റെ pH വാല്യൂ എത്രയായിരിക്കും സാധാരണ? 7 ആണ്. കാരണം അത് ആൽക്കലിയുമല്ല ആസിഡുമല്ല. ഇനി 7നേക്കാൾ കുറയുകയാണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും. മനസ്സിലായോ? 7നേക്കാൾ കൂടുതലാണെങ്കിൽ അതെന്താവും? ആൽക്കലി ആയിരിക്കും. മനസ്സിലായോ? 7നേക്കാൾ കുറവല്ലേ 6 ആണെങ്കിൽ എന്താണ് അത്? ആസിഡ് ആണ്. 5 ആവണമെങ്കിൽ ആസിഡിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ വീര്യം കൂടി വരും. 4 ആവണമെങ്കിൽ വീണ്ടും കൂടും, 3 ആവണമെങ്കിൽ കൂടും, 2 ആവണമെങ്കിൽ അതിനേക്കാൾ കൂടും, 1 ആവണമെങ്കിൽ ഭയങ്കരമായിട്ട് കൂടും. മനസ്സിലായല്ലോ? അപ്പൊ pH വാല്യൂവിനെ കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ടൊരു ഐഡിയ കിട്ടിയല്ലോ. സാധാരണ pH വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആസിഡ്, ആൻഡ് അതിനേക്കാൾ കൂടി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എന്താണ്? ബേസ് ആണ് അല്ലെങ്കിൽ ആൽക്കലി ആണ്. ആൽക്കലി ആണ് കേട്ടോ. ആൽക്കലി ബേസ് കണ്ട ആൽക്കലി എന്ന് പഠിച്ചാൽ മനസ്സിലായോ?